റഫറൻസ് പിക്ക് ഇതാണെങ്കിലും തന്ന തുണി ഒട്ടും അതനുസരിക്കില്ലെന്ന് പറയുമ്പം ഞാനെന്ത് ചെയ്യാനാ? അപ്പം തലയിൽ ഉദിച്ചൊരു ബുദ്ധി കാരണം ഇങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. ഇതെവിടെ എത്തി അവസാനിക്കുമെന്ന് എനിക്കൊരു പിടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. താങ്ക്സ് ടു വാച്ചിങ് ദിസ് വീഡിയോ. പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക. ഇതുപോലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കൈൻഡ് ഓഫ് സാധനങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. പറ്റുന്ന പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു ഫ്രണ്ട് ഡിസൈന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിൽ ടേപ്പിൻ്റെ ആവശ്യം അധികം വരുന്നില്ല. ഞാൻ ഒരുപാട് മെഷർമെൻറ്റിൽ സംതിൻ്റെ ആളൊന്നുമല്ല. അളന്ന് മുറിച്ച് കഷ്ടപ്പാട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മെഷീനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. വളരെ വളരെ സിമ്പിൾ. ആ ഫ്രണ്ടിൽ കാണുന്ന ബോക്സ് ടൈപ്പ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആദ്യം കാണിച്ച പോലെ ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്ത് കണ്ടോളൂ. പിന്നെ വേറൊരു ക്ലോത്ത് വെച്ച് താഴ്ഭാഗം അടിച്ചെടുക്കണം. നമ്മുടെ കൊച്ചിൻ്റെ ഡ്രസ്സിൻ്റെ ഒരളവ് മുകളിൽ വെച്ച് വരച്ചാൽ തന്നെ വളരെ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. കൂടുതൽ ടൈമൊന്നും എടുക്കത്തില്ല. ഇത് സ്ലീവ്സ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാവുന്നതാണ്. എനിക്ക് കൊച്ചുങ്ങൾക്ക് ഒരുപാട് കുത്തുന്ന ടൈപ്പ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ക്ലോത്ത് വളരെ നല്ല ക്ലോത്താണ് കേട്ടോ. അവർക്ക് അറിയില്ലായിരുന്നു റഫറൻസ് പിക്കിലുള്ള ക്ലോത്ത്, നെറ്റ് ക്ലോത്തിൽ അതങ്ങനെ ചെയ്താലേ ഒരു ബഫൂൺ ബോൾ പോലെ നിൽക്കത്തുള്ളൂ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്തോട്ടെ വെച്ചപ്പോൾ കുഴപ്പത്തില്ല, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ, കൊച്ചിനുള്ള ഡ്രസ്സല്ലേ. പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളൊരു കൊച്ചായതുകൊണ്ട് ഞാൻ പൊതുവെ തയ്ച്ച് കൊടുക്കാറുണ്ട്. പെൺകൊച്ചല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമുക്കുള്ളത് ചെക്കനാണല്ലോ. പിന്നെ ചെക്കൻ ഒരുപാട് വലുതായിട്ടുമില്ല, ചെറിയ 3 മാസമായിട്ടുള്ള കേട്ടോ. ഓക്കെ, ആദി, ദാറ്റ്സ് മൈ ബേബി നെയിം. ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല, എൻ്റെ പേരും പറഞ്ഞിട്ടില്ല, എൻ്റെ ഫാമിലിയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. പക്ഷേ മൈ ബേബി നെയിംസ് ആദി. ഫുൾ നെയിം അതല്ല, ദിസ് പെറ്റ് നെയിം. വിഷയത്തിൽ നിന്ന് മാറണ്ട. ബേബീസിനെടുക്കുമ്പോൾ മാക്സിമം സ്റ്റിച്ചസ് കമ്മിയാക്കുക. അതേപോലെ തന്നെ ഉള്ളിലുള്ള ഈ കുത്തുന്ന ടൈപ്പ് പോലുള്ള സ്റ്റിച്ചസ് മാക്സിമം ഒഴിവാക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ 2, 3 ക്ലോത്ത് കൊടുത്ത് അടിക്കുന്നത് കേട്ടോ. കണ്ടോ, കുത്തൽ വരത്തില്ല. നമ്മൾ സ്റ്റിച്ച് പുറത്ത് കാണുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കത് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. കാരണം നമ്മളിടുന്ന ഡ്രസ്സൊക്കെ ആകുമ്പോൾ ഇന്നേഴ്സോ മറ്റോ നമുക്ക് വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല. നമ്മുടെ പ്രാറ പോലത്തെ സ്കിന്നായതുകൊണ്ടായിരിക്കും. കൊച്ചുങ്ങളുടെ അങ്ങനെയല്ലല്ലോ. അല്ല, പൊതുവെ നമ്മൾ ഷിമ്മീസ് ഇന്നേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അത് വലിയ കുഴപ്പമുണ്ടാകത്തില്ല. പിന്നെ കുറച്ചുകൂടെ ബൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ടിലുള്ള ആ ഒരു ഓലമടലിൻ്റെ പിന്നെ ഞാൻ അതൊരു ചെറിയ മുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം എന്ത് വേണമെങ്കിലും വയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം സ്പീഡ് കുറച്ച് കാണാൻ നോക്കുക. ഡൗൺലോഡ് ചെയ്ത് വെച്ച് പതുക്കെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ തീർച്ചയായും പറയണേ. താങ്ക് യു.